പൈൽസിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിൽ 90% ആൾക്കാരും ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും മുട്ട, ഇറച്ചി, അത്തരത്തിലുള്ള മാംസങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുന്നത്. എന്നിട്ടും ഈ ഒരു ബുദ്ധിമുട്ട് തുടർന്നു പോകുന്നതായിട്ട് തന്നെയാണ് കാണാറുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നോക്കാം. മുട്ട, ഇറച്ചി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയത് കൊണ്ട് മാത്രം നിങ്ങളുടെ പൈൽസിന്റെ ബുദ്ധിമുട്ടുകൾ കുറയാൻ പോകുന്നില്ല. പകരം നിങ്ങൾ ഈ ഭക്ഷണത്തിനോടൊപ്പം തന്നെ ഫൈബർ അഥവാ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. നിങ്ങൾ നാരുകൾ അഥവാ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒന്നും തന്നെ കഴിക്കാതെ ഇറച്ചി, മുട്ട, മീന് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് പൈൽസിന്റെ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുകയുള്ളൂ. കാരണം ഈ മുട്ട, ഇറച്ചി പോലുള്ള കാര്യങ്ങളിൽ ഒട്ടും തന്നെ ഫൈബർ അടങ്ങിയിട്ടില്ല. പക്ഷേ മറ്റു ചില പോഷകങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇത്തരത്തിലുള്ള ആഹാരങ്ങളുടെ കൂടെ പെയർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും കുറയും. ഹോൾ വീറ്റ് യൂസ് ചെയ്തിട്ടുള്ള ചപ്പാത്തി, റൊട്ടി പോലുള്ള കാര്യങ്ങൾ, ബ്രൗൺ റൈസ് അല്ലെങ്കിൽ റോൾഡ് ഓട്സ് ഉപയോഗിച്ചിട്ടുള്ള ദോശ, പുട്ട്, റാഗി ഉപയോഗിച്ചിട്ടുള്ള ദോശ, പുട്ട് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള ഈ മത്സ്യം, മാംസം അല്ലെങ്കിൽ മുട്ട പോലുള്ള കാര്യങ്ങൾ കൂടെ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒരിക്കലും വർദ്ധിക്കാൻ പോകുന്നില്ല. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, അതായത് മുട്ട, മാംസം, ഇറച്ചി പോലുള്ള കാര്യങ്ങൾ, മത്സ്യം പോലുള്ള കാര്യങ്ങൾ കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ധാരാളമായിട്ട് പച്ചക്കറികളോ ഇലക്കറികളോ പഴവർഗ്ഗങ്ങളോ കഴിച്ചിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. സാലഡ്സ് രൂപത്തിലോ അല്ലെങ്കിൽ പിന്നെ കറി രൂപത്തിലോ അല്ലെങ്കിൽ നമുക്ക് തോരൻ പോലെയോ ഒക്കെ വെജിറ്റബിൾസ് നമ്മുടെ ഇതിൻ്റെ കൂടെ തന്നെ കഴിക്കാവുന്നതാണ്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുട്ട കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മീൻ കഴിച്ചത് കൊണ്ടോ ചിക്കൻ കഴിച്ചത് കൊണ്ടോ ഒന്നും തന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുകയില്ല.